ആദിവാസി യുവാവിനെ മർദ്ദിച്ച കേസിൽ പിടിയിലായ 2 പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, അർഷിദ്, അഭിരാം അല്ലേ? തീർച്ചയായും മാഷ്മി, രണ്ടുപേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മാനന്തവാടിയിലാണ് ഉള്ളത്. മാദൻ ചികിത്സയിൽ കഴിയുന്നത് മാനന്തവാടി ആശുപത്രിയിൽ തന്നെയാണ്. അദ്ദേഹം ശരീരമാസകലം മുറിവുകളുണ്ട്. ഈ പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംശയം മാദൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവർ അറസ്റ്റിലായത് കൽപ്പറ്റയിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്നും കൽപ്പറ്റയിലേക്ക് എത്തുന്ന വഴി ബസ്സിൽ നിന്നാണ് പിടികൂടിയതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന വിവരം. ഈ രണ്ടുപേരെ കൂടി പിടികൂടാൻ ഉണ്ട്. ഇവർ കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളാണ്. മുഹമ്മദ് അർഷിദും അതോടൊപ്പം തന്നെ അഭിരാമും. ഇവരെല്ലാം തന്നെ 30 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളാണ് ഈ രണ്ടുപേരും. ഇവരുടെ സുഹൃത്തുക്കളായ വിഷ്ണു, നബീൽ കമർ എന്നീ 2 പ്രതികളെ കൂടി ഇനി പിടികൂടാനുണ്ട്. അവർ സംസ്ഥാനം വിട്ടതായുള്ള സൂചനയും പോലീസിനുണ്ട്. എന്തായാലും ഇവരെ പിടികൂടാനുള്ള അന്വേഷണം സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ അറിയാത്തതാണോ അതോ അതൊന്നും ബാധിക്കാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയാണോ സുർജിത്ത്? എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ട് ചോദ്യമാണത്. ഈ ഒരു ക്രിമിനൽസിനെ കൊണ്ടുവരേണ്ട രീതി ഇതൊന്നല്ല. വിലങ്ങ് മാത്രം ഇട്ട പറയാം, നല്ല പടയും പടക്കണം. ഇത് വേറെ വല്ല കേസൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിക്കും. ഒരു ആദിവാസി യുവാവ് ആയതുകൊണ്ടൊന്നും പറയില്ല, ഒന്നും ചെയ്യുന്നില്ല അല്ലേ. പോലീസുകാർ സന്തോഷത്തോട് കൂടിയിട്ട് ഭയങ്കര ആനയിച്ചു കൊണ്ടിരുമ്പോൾ എന്തൊരു സന്തോഷം. പ്രതികൾക്ക് അതിലേറെ സന്തോഷം. ഒരാൾ ഭയങ്കര ഗൗരവ. ഈ 4 എണ്ണം ചേർന്നിട്ട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ആദിവാസി ആയിട്ടുള്ള യുവാവ് പറയുന്നത്. കാരണം ആ ഒരു രീതിയിലാണ് പെരുമാറ്റം. കണ്ണൊക്കെ ചോന്നിരുന്നിരുന്നു എന്നാ പറയുന്നത്. ഒരു ചെറിയ വിഷയത്തിനെയാണ് അവര് ഒരാളുടെ വിരലായിട്ട് മുറിച്ചിട്ടുണ്ട്. ആ ഡോറിനിടയിട്ട് കുടുക്കി മുറിച്ചിട്ട് വലിച്ച് 1/2 കിലോമീറ്ററോളം കൊണ്ടുപോയിട്ട് ആ വീഡിയോ എനിക്ക് ഇവിടെ കാണിക്കാൻ കഴിയില്ല. അത്ര വയലൻസ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ചെയ്തിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ചിരിക്കുക നിന്നിട്ട് മോന്തടിച്ച ഒരു ഒറ്റ പടക്കണ്ടേ. അവന്റെ കൃത്യമായിട്ട് അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. അവന്റെ നാട്ടിൽ പോയിട്ട് അവൻ ഏത് രീതിയിലാണ് ജീവിക്കുന്നത്, അവൻ എന്തൊക്കെ ലഹരി ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് നോക്കണം. ലഹരി ഉപയോഗിക്കണ്ട ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ. അല്ലെങ്കിൽ സ്വബോധത്തോട് കൂടിയിട്ട് ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. അത്ര വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ട് ജാമ്യം പോലും കിട്ടാത്ത കേസാ. എന്നിട്ട് നടന്നു പോണ പോക്കുണ്ടില്ലേ, മോന്ത ഒരൊറ്റ പടക്കം അടിച്ചാണ്ട് തിരിക്കണം, പല്ല് മൊത്തം പുറത്തു വിടണം. അമ്മാതിരി വൃത്തിയായിട്ട പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ഒരു ജീവന് ഒരു വാല്യൂ ഇല്ല, ഒരു വിലയില്ല. അതാ ചെറിയ പയ്യന്മാര്, എത്ര 30 വയസ്സിന് താഴെ അല്ല ചെക്കന്മാരും എന്ന് പറയുന്നത്. ചെക്കന്മാർക്കൊക്കെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നം. വളരെ വൃത്തികെട്ട രീതിയിലുള്ള സമീപനവും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ലഹരി ഉപയോഗവും സ്ത്രീകളോടുള്ള പെരുമാറ്റവും ഇതൊക്കെ നിരന്തരം കണ്ടോണ്ടിരിക്കുകയാണ്. എന്ത് മനുഷ്യന്മാരാണ് ഇവരൊക്കെ. പോലീസുകാർ ആ രീതിയിൽ അവരെ കൊണ്ടുപോകരുത്. മോന്ത അടിച്ച് തിരിക്കണം, നല്ല പടവടക്കണം. ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ട് കളിച്ചണം. 4 എണ്ണം ഉണ്ട്, 4ലും പൊക്കണം. 4ന്റെ രക്തവും മൂത്രവും കഫവും ഒക്കെ ടെസ്റ്റ് ചെയ്യണം. എത്ര മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തന്നെ വേണം. എന്തായാലും ന്യൂസിന്റെ ഒരു ഫുൾ രൂപം അതൊന്ന് കാണാം. അതിന് കാരണം എന്നുള്ളത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികൾക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുൾപ്പെടെയുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെ വിശദമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഇവരുടെ വീട്ടുകാരിൽ നിന്നടക്കം വിശദാംശങ്ങൾ നേരത്തെ ശേഖരിച്ചിരുന്നു പോലീസ് സംഘം. ഇതേ തുടർന്ന് ഇവരുടെ ഫോൺ രേഖകളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിയത്. ഇതിനിടയിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഇതിൽ 2 പേരെയാണ് ഇപ്പോൾ നിലവിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി 2 പേർ കൂടിയുണ്ട്. എന്തായാലും അതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ എന്നുള്ള കാര്യത്തിൽ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായ രീതിയിൽ തന്നെ ചോദിച്ച് അറിയുന്നുണ്ട്. ഈ വിഷയം വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയം കൂടി ആയി മാറിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി OR കേളു ഈ ആശുപത്രിയിലെത്തി മാദനെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു. സർക്കാരിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മൊത്തം ആരോഗ്യ കാര്യങ്ങൾ ഉൾപ്പെടെ ആരോഗ്യത്തിന്റെ വീണ്ടെടുപ്പിനുൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും മന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് മാദന്റെ പ്രതികരണവും നമുക്ക് ലഭിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യം ഒരു തരത്തിലുള്ള മുൻപരിചയവും ഇല്ലാത്ത രീതിയിലുള്ള പ്രകോപനമാണ് ഉണ്ടാക്കിയത്. ഇവർ നേരത്തെ, അതായത് കൂടൽക്കടവ് എന്ന് പറയുന്നത് കബനിപ്പുഴയാകുന്ന, അതായത് പനമരം പുഴയും മാനന്തവാടി പുഴയും ചേർന്ന് അത് കബനിയാകുന്ന ആ ഒരു പ്രദേശമാണ്. തൊട്ടടുത്താണ് കുറുവ ദ്വീപ് അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ. ഇവിടെ എല്ലാം തന്നെ ലഹരി ഉപയോഗം വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചാണോ എന്നുള്ള സംശയമുണ്ട്. ഇവിടെ കണ്ണെല്ലാം തന്നെ ചുവന്ന നിലയിലായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാദൻ പറയുന്നുണ്ട്. മാദൻ ഇത്തരം സംശയങ്ങളും മാദൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവർ പഠിച്ച സ്കൂളുകളിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തുക. ഏതെങ്കിലും രീതിയിൽ പുറത്താക്കിയിട്ടുണ്ടോ എന്ന് അറിയണം. അതുകൂടാതെ തന്നെ നാട്ടിൽ കൃത്യമായി അന്വേഷണം നടത്തണം. ഇവർ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും മൂലയിലൊക്കെ ഇരുന്നിട്ട് മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അത് കണ്ട ആളുകളുണ്ടാവും. ഇത് സത്യസന്ധമായിട്ട് തന്നെ ഇവരുടെ നാട്ടുകാർ ആരാണെങ്കിലും പോലീസിൽ കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കണം. നാളെയുടെ സമൂഹം ഇല്ലാതാവാൻ, നാളെയുടെ യുവാക്കൾ ഇല്ലാതാവാൻ ഇത്തരം കുറെ നികൃഷ്ട ജീവികൾ ഉണ്ടായാൽ മാത്രം മതി. ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അവൻ ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈ ഒരു കാര്യത്തിന് ഹാഷ്മി ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ വാക്കുണ്ട്, അതെന്നെ എനിക്കും പറയാം. ഒന്ന് കേട്ടു. അതിലൊരു പ്രതി അത് അർഷിദാണോ അഭിരാമാണോ എന്നറിയില്ല. എന്തായാലും വളരെ കൂളായി ചിരിച്ച് കളിച്ചൊക്കെയാണ് വരുന്നത്. ഈ സംഭവത്തിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാവാത്തതാണോ അതോ
ഒരുപക്ഷെ അതാവില്ല എന്ന് പറഞ്ഞാൽ ഒരു പാവം പിടിച്ച മനുഷ്യനെ കാറ് അല്ലെങ്കിൽ കാറിൻ്റെ ഡോറിൽ കൈയാക്കി 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുവരാൻ മനസ്സുള്ളവർ ചിരിക്കും. അത് ചിരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. തീർച്ചയായിട്ടും അത്ര ക്രിമിനൽ തന്നെയാണെന്നുള്ള ഒരു തർക്കവും വേണ്ട. ശരിക്ക് ഒരിക്കലും ജാമ്യം കിട്ടരുത്, കിടക്കണം, ജയിലിൽ കിടക്കണം. ഇത് കൃത്യമായിട്ട് ആ വീഡിയോ ഒക്കെ കോടതിയിൽ എത്തിക്കണം. ഇവർ ചെയ്ത ആ ക്രൂരകൃത്യം ആളുകൾ അറിയണം. അത്രയും ജനങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഒരാളെ തെരഞ്ഞെടുത്ത് അയാളെ ഈ ഒരു രീതിയിൽ ആക്രമിക്കണമെങ്കിൽ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലവും ഇവരുടെ ക്രിമിനൽ മൈൻഡും എത്രത്തോളം ഉണ്ട്. ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കുറെ എണ്ണം ഉണ്ട് ഈ ഒരു രീതിയിൽ വൃത്തികേടുകൾ ചെയ്യുന്നത്. പിടിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ജാമ്യം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ പഠിച്ചോളും. ഒരുത്തിന് ഭയങ്കര ഗൗരവമാണ്. ആ ഗൗരവമായവനാണ് തോന്നുന്നു വാഹനം ഓടിച്ചിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, 4 എണ്ണത്തിനും പൊക്കണം. പുറം ലോകം കാണരുത്. അവരുടെ രക്ഷിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മക്കളെ വളർത്തുന്ന സമയത്ത് നല്ല രീതിയിൽ വളർത്തിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലാകും, നിങ്ങൾ വിഷമിക്കേണ്ടി വരും. വേറെ ഒന്നും പറയുന്നില്ല. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതൊരു സന്ദീപ് എടപ്പാൾ, സൈനിങ് ഓഫ്.